വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്ന് ഞാൻ ചെയ്യുന്ന ഡിഷ് നമുക്ക് ഏത് നേരവും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ 4 മണിക്ക് ഒരു സ്നാക്കായിട്ടോ ഒക്കെ സെർവ് ചെയ്യാം. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാം, ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയൊരു ഡിഷാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് ഓംലെറ്റ്സ് ആണ്. ആദ്യം നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. നമ്മളിവിടെ ബീഫ് വെച്ച് ചെയ്യുന്നു. നിങ്ങൾക്ക് മട്ടൺ മിൻസ് വെച്ചിട്ടോ ചിക്കൻ മിൻസോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഉപയോഗിക്കും. നാടൻ ഫ്ലേവറിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കോക്കനട്ട് ഓയിൽ 2 ടേബിൾ സ്പൂൺ ചൂടാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് 2 കപ്പ് മിൻസ് ചെയ്ത ബീഫാണ്. അപ്പം മിൻസ് ചെയ്തത് ബീഫ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുക, ഉപ്പും പെപ്പറും മാത്രം ഇട്ടിട്ട് വേവിക്കുക. വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം മൊത്തം പറ്റിച്ചെടുക്കും. വെള്ളം ഒട്ടും ഒഴിക്കാതെ വേവിക്കുക. അങ്ങനെ ഒരു 400 ഗ്രാം ബീഫ് എടുത്ത് കുക്ക് ചെയ്തപ്പോൾ നമുക്കൊരു 2 കപ്പ് കുക്ക് ബീഫ് കിട്ടും. അതാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മിൻസ് ചെയ്തപ്പോൾ ഭയങ്കര ഫൈനായിട്ട് മിൻസ് ചെയ്ത് കീമ പോലെ ആക്കിയിട്ടില്ല. ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് മിൻസ് ചെയ്തേക്കുന്നത്. ചോപ്പറിലിട്ടൊന്ന് ചെറുതായിട്ട് പൾസ് ചെയ്തെടുത്തേക്കുന്നത്. അല്ല എങ്കിൽ വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. കൊത്തിയെടുക്കത്തില്ലേ, അങ്ങനെ എടുത്താലും മതി. എണ്ണ നന്നായിട്ട് ചൂടായി ഇതിലേക്ക് ഒരു വലിയ സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്കൊരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യാം, സവാള പെട്ടെന്ന് കുക്കാവാനായിട്ട്. സവാള സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്യണം. അണീൻസൊക്കെ ഒന്ന് സോഫ്റ്റായി. ഈ സമയത്ത് വെളുത്തുള്ളി, ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി എടുത്തേക്കുന്നത്, അത് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് അതിനകത്തേക്ക് ചേർക്കാം. ഇഞ്ചി 1 ടീസ്പൂൺ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. പച്ചമുളക് 1 കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇതെല്ലാം കൂടെ നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറി നല്ലൊരു മണം വരുന്നവരെ കുക്ക് ചെയ്യുക. ഇതിലേക്ക് ഇനി നമുക്ക് മസാലകൾ ഇടാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ഫെനൽ പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടീസ്പൂൺ, ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ. ഇത്ര സാധനങ്ങളിടാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. മസാല കരിഞ്ഞു പോകാതിരിക്കണം. നമ്മളിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുക്ക് ചെയ്യും. അതുകൊണ്ട് ഇപ്പം ബീഫ് ഇടുക. 2 കപ്പ് കുക്ക് ചെയ്ത ബീഫ്, കുക്ക് ചെയ്ത് ചോപ്പറിലിട്ടൊന്ന് മിൻസ് ചെയ്ത ബീഫ് 2 കപ്സ്. ഈ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡ്രൈ ആയിരിക്കണം. പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ മസാല എല്ലാം നല്ലതായിട്ട് മീറ്റിൽ പിടിക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാം. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തു. ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് അരപ്പെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യും. ഒരു 5 മിനിറ്റ്സോളം കഴിഞ്ഞു. ഇത് നന്നായിട്ട് വലത്തി ഡ്രൈ ആക്കി എടുക്കുക. ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ഇടാനായിട്ടുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ അവരുടെ ഇഷ്ടമനുസരിച്ച് ഞാനൊരു 1.5 ടീസ്പൂൺ ചേർക്കും. അതിൻ്റെ പകുതി ഇപ്പം ചേർക്കുക. നല്ലതായിട്ട് എരിവ് വേണമെങ്കിൽ 2 ടീസ്പൂൺ പെപ്പറൊക്കെ ചേർക്കുക. ഇത് ഇച്ചിരി സ്പൈസിയാണ്. അകത്തെ ഫില്ലിങ് ഇച്ചിരി സ്പൈസി ആയിട്ട് എപ്പോഴും ബീഫ് ഓംലെറ്റ് എടുക്കാറ്. പിന്നെ എല്ലാം അവരുടെ പേഴ്സണൽ പ്രിഫറൻസ് പോലെ എരിവ് കുറയ്ക്കാം.
ഇനി ഇത് നല്ലതായിട്ട് ഒലന്ന് വരണമെങ്കിൽ എണ്ണ കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഓയിലൂടെ ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ കൂടെ ഒഴിക്കുക. അതിനൊപ്പം തന്നെ ബാക്കിയുള്ള കറി ലീവ്സ്, ഇനി ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഒരു 10 മിനിറ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പതുക്കെ കിടന്ന് ഒലന്ന് കിട്ടും. അപ്പം ബീഫ് കിടന്ന് നന്നായിട്ട് ഒലന്നു, നല്ലൊരു മണമായി. നമുക്ക് ബാക്കി റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന പെപ്പർ, അപ്പം നമ്മൾ മൊത്തം 1.5 ടീസ്പൂൺ പെപ്പർ ചേർത്തു. ഇനി ലാസ്റ്റായിട്ട് മല്ലിയില. മല്ലിയില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇതൊരു ഫാമിലിക്ക് നന്നായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ളതുണ്ടാവും. 4-5 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇത് മാറ്റി വെക്കാം. ഫില്ലിങ് റെഡിയായി. ഇത് ഞാൻ ഇവിടേക്ക് മാറ്റുകയാണ്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കണം. ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ഇത് ഫില്ല് ചെയ്യുക, മാറ്റുക. ഇത് അത്രയേ ഉള്ളൂ. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ അളവിൽ ഒരു 5 പേർക്കൊക്കെ ഉള്ള ഫില്ലിംഗ് ഉണ്ട് മസാല. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് 4 മുട്ട വെച്ചിട്ടുള്ള അളവാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് സോൾട്ട്, കുറച്ച് പാൽ, 1 ടേബിൾ സ്പൂൺ പാലൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം അത് വയവിസ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫോക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. മുട്ടയെ നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇനിയും ഒരു പാൻ ചൂടാക്കി നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുക. അടുത്തായിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ടൊരു പാൻ ഹീറ്റ് ചെയ്യാം. കുറച്ച് ബട്ടറോ ഓയിലോ എടുക്കാം. ഇതിലേക്ക് എഗ്ഗ് ഒഴിക്കാം. ഒരു 2 മുട്ടയുടെ കണക്കിൽ ഇപ്പോൾ ഒഴിച്ചു. ഒരുപാട് സെറ്റാകുന്നതിന് മുമ്പ് നമുക്ക് ഫില്ലിങ് കൊടുക്കാം. നല്ലതായിട്ട് ഫില്ലിങ് ഇച്ചിരി നല്ലതായിട്ട് കൊടുക്കുക. ഒരു സൈഡിൽ മാത്രമേ ഇടുക. ഹാഫ് വെച്ച് കവർ ചെയ്യാം. ബീഫ് ഓംലെറ്റ് റെഡിയായി. ഇത് ഓവർ കുക്ക് ആവാൻ നോക്കണം. എപ്പോഴും ആ മുട്ട ഓവറായിട്ട് കുക്കായി പോവില്ല. ആ ഒരു ലൈറ്റ് കളർ ആവാൻ പാടുള്ളൂ. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ഈ ബീഫ് ഓംലെറ്റ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയും, ടോസ്റ്റഡ് ബ്രെഡിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ നല്ലതാണ്. നമുക്കൊരു എണ്ണ കൂടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്തു. എഗ്ഗ് ഒഴിക്കാം. എഗ്ഗ് ഒരുപാട് സെറ്റാകുന്നതിന് മുമ്പ് നമുക്ക് ഫില്ലിങ് കൊടുക്കാം.
നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിഷ് ഇത്. മീറ്റ് ഫില്ലിംഗ് നന്നായിട്ട് കൊടുക്കുക. ഇത് വെച്ച് കവർ ചെയ്യാം. ഇതും റെഡിയായി. ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കി, ബീഫ് ഓംലെറ്റ് ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 4 പേർക്ക് സെർവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ് അതിനനുസരിച്ച് എക്സസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തിക്കകത്ത് വെച്ച് റോൾ ചെയ്ത് വേണേൽ കഴിക്കാം. ചപ്പാത്തിയുടെ സൈഡിൽ വെച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ടോസ്റ്റഡ് ബ്രെഡിലൂടെയും കൊടുക്കാം. ഞാനൊരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് സൈഡിൽ സെർവ് ചെയ്യാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ എടുക്കാം. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് ഓംലെറ്റ് റെഡിയായി. ഇത് നമുക്ക് ഒരു സാലഡും ഇതിൻ്റെ കൂടെ സെർവ് ചെയ്താൽ ഒത്തിരി നല്ല ടൊമാറ്റോസോ അല്ലെങ്കിൽ അണിയൻസോ എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റിയാണിത്. ഇത് ഏത് മീലായിട്ടും നമുക്ക് കഴിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ സ്നാക്കോ എന്തായിട്ടും സെർവ് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണിത്. ഇത് ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസിൽ നമുക്ക് കാണാം. ചിൽഡ്രൻ ബൈ.